ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. നല്ല അടിപൊളി വെയിലൊക്കെയാണ്. അപ്പം നല്ല എന്താ പറയുക, സമ്മർ അങ്ങോട്ട് ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ കുറേ നേരം ഇങ്ങനെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്ന സമയം ഓടിപ്പോവും. അപ്പോൾ ഇന്ന് വർഷക്കുട്ടിക്ക് കൊടുത്തു വിടുന്ന സ്കൂളിൽ പാസ്തയാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പാസ്ത കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ പക്ഷേ ഏട്ടൻ ഓഫീസിൽ പോവുകയും വേണ്ട, അല്ലെങ്കിൽ ഞാൻ റൈസ് എന്തെങ്കിലും വെറൈറ്റി റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏട്ടൻ ഓഫീസിൽ പോകാത്ത ദിവസങ്ങളാണ് ഇതുപോലത്തെ പരിപാടികൾ കാണിച്ച് വർഷക്കുട്ടിയെ വിടുന്നത്. അപ്പോൾ ഇനി അതിനെ ഫസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇന്ന് ദോശയും പീർക്കങ്ങ ചട്നിയാണ്. ചെന്നൈയിലിരിക്കുന്ന സമയത്ത് എല്ലാ ആഴ്ചയിലും ഞാനിത് വാങ്ങിച്ച് ചട്നി ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ കിട്ടാറില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ പോയപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് നമുക്ക് ഇപ്രാവശ്യം കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതായിക്കോട്ടെ എന്ന്. അപ്പം ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും പിന്നെ വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. ശരിക്കും പറഞ്ഞാൽ റോസ്റ്റ് ചെയ്ത് എല്ലാവരും അങ്ങ് മാറ്റിയൊക്കെ വെക്കും. പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇതിൻ്റെ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പീർക്കങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഇതിൻ്റെ തൊലി ചിലത് കളയത്തില്ല, തൊലി മാത്രം എടുത്ത് ചട്നി ഉണ്ടാക്കുന്നതുണ്ട്. പക്ഷേ ഇത് ഇച്ചിരി മൂത്ത് പോയതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ച് ഹാർഡായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമുക്ക് ഇനി അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമേ. പീർക്കങ്ങ അങ്ങ് ഒരുപാടങ്ങ് വയണ്ട അങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് തേങ്ങ വേണം. അപ്പം തേങ്ങ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വലിയ മണ്ടത്തരമായിപ്പോയി പ്രാവശ്യം ഈ ചിരവി എടുത്തുകൊണ്ട് വരാഞ്ഞത്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു കത്തി ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര പാടായിരുന്നേനെ. എന്നിട്ട് അവസാനം നമ്മൾ കുറച്ച് തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. തേങ്ങയിട്ടങ്ങ് റോസ്റ്റൊന്നും ആക്കണ്ട കേട്ടോ. എന്നിട്ട് തണുത്തതിന് ശേഷം വേണം മിക്സിയിൽ അരച്ചെടുക്കാൻ. ഞാൻ സമയം പോകുന്നത് മിക്സിയിലങ്ങ് ഇട്ട് വെച്ചതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേനും തണുക്കും. അപ്പോഴത്തേനും നമ്മുടെ പാസ്തയ്ക്കുള്ള വൈറ്റ് സോസും കൂടെ റെഡിയാക്കി എന്നിട്ട് വേവിച്ച് വെച്ചിട്ട് പാസ്തയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തപ്പം അടിപൊളിയായി കേട്ടോ. ടേസ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്നിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്നിക്ക് നമ്മൾ കടുക് താളിക്കണം. സാധാരണ വറ്റൽമുളകും കടുകും കൂടി ഇട്ട് കൊടുത്ത് അവസാനം കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് താളിച്ചങ്ങ് ഒഴിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചട്നി കഴിക്കാൻ. ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഇനി ദോശയും കൂടെ ഉണ്ടാക്കിയിട്ട് വർഷക്കുട്ടിക്ക് കൊടുക്കണം. പിന്നെ വെള്ളവും ലഞ്ചും എല്ലാം ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ എനിക്ക് വീഡിയോ എടുക്കുന്നത് നടക്കത്തില്ലല്ലോ. അതും പെട്ടെന്ന് രാവിലത്തെ ധൃതിയിൽ ഭയങ്കര പാടാണ്. അപ്പം വർഷക്കുട്ടി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി. അപ്പോൾ ഏട്ടൻ ഇന്ന് ഓഫീസിൽ പോകാത്തത് കൊണ്ട് ഏട്ടൻ പറഞ്ഞ് കൊണ്ടുവിടാമെന്ന്. ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് ചോദിക്കും, ലഞ്ച് ബാഗ് എടുത്തോ. ചില ദിവസങ്ങളിൽ PE കാണും, അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് കൊണ്ടുപോകണം. അപ്പോൾ അവൾ പിന്നെ എല്ലാം എടുത്ത് എല്ലാം വെക്കുക കേട്ടോ. പിന്നെ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് നമ്മളിങ്ങനെ ചോദിക്കുമല്ല, അതെടുത്തോ ഇതെടുത്തോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ വർഷക്കുട്ടി സ്കൂളിൽ പോയി. നല്ല അടിപൊളി ക്ലൈമറ്റ് ഇന്ന് തണുപ്പേ ഇല്ല. സാധാരണ ചെറുതായിട്ടെങ്കിലും ഒരു രാവിലെ തണുപ്പ് കാണേണ്ടതാണ് വെയിൽ വന്നാലും. പക്ഷെ ഇന്ന് അടിപൊളിയാണ് കേട്ടോ. നടക്കാൻ പോയാൽ കൊള്ളാവുന്നുണ്ട്. ഞാൻ വെയിൽ കാണുമ്പോഴേ ഉള്ള തുണിയൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനിലിട്ട് നനയ്ക്കാൻ തുടങ്ങും. അല്ലാത്ത ദിവസങ്ങളിലൊന്നും നമുക്ക് അങ്ങനെ എല്ലാ ദിവസങ്ങളും നനയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇപ്പം നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് വെളിയിലും കൊണ്ടുപോയി വിരിക്കുകയും ചെയ്യും, പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് കാറ്റെങ്കിലും അടിച്ച് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ ഏട്ടനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ വർഷക്കുട്ടിയെ കൊണ്ടുപോയി വിട്ടിട്ട് വന്നു. ഇനിയിപ്പോൾ ഏട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കണം. ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചെടി അറിയാമോ, ചെറുതന എന്നാണ് നമ്മൾ പറയണേ, വേറെ എന്തെങ്കിലും പേരുണ്ടെന്ന് അറിയത്തില്ല. ഇത് കഴിഞ്ഞ ദിവസം വിവാൻ ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പം ഇവിടെ ബോൾ വീണു. അപ്പോൾ അതിന് എടുക്കാൻ വേണ്ടി ഇതിനകത്ത് കയറിയതാണ്. അപ്പം ഫുള്ള് ചൊറിഞ്ഞ് തടിച്ചു. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് പിഴുത് കളയണം. എന്നാൽ പിന്നെ ആ ചെടി അങ്ങ് പിഴുത് കളഞ്ഞേക്കെ. എന്തായാലും ഇവർ വൈകിട്ടൊക്കെ വന്നിട്ട് ഇപ്പം കളിക്കുന്നുണ്ട്. അപ്പം വീണ്ടും ഇതുങ്ങളെല്ലാം കൂടെ പോയി അതിൻ്റെ പുറത്ത് വീണെങ്കിൽ പിന്നെയും ചൊറിയും. അപ്പം പിന്നെ അതിനെ അങ്ങ് പിഴുത് കളഞ്ഞെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അവിടെ വേറെയും കുറേ ചെടികൾ നിൽപ്പുണ്ട്. ശരിക്കും അത് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നൊന്നും അറിയത്തില്ല. ഇടയിൽ കുറേ സ്ട്രോബെറിയുടെ ചെടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങനെ നിർത്തി. ഇത് മാത്രമാണ് പിന്നെ പിഴുത് കളഞ്ഞത്. ഇപ്പം പിന്നെ മൊത്തത്തിൽ എല്ലായിടവും ഇങ്ങനെ ഇലയൊക്കെ വന്ന് എല്ലാ ചെടിയും വളർന്നിട്ടുണ്ട്. മൊത്തത്തിലിപ്പം എവിടെ നോക്കിയാലും ഒരു പച്ചപ്പും ഹരിതാപയൊക്കെയാണ്. ഞാൻ ചെയ്യുന്നത് കണ്ടപ്പോൾ പിന്നെ ഏട്ടനോട് ഇറങ്ങി വന്ന് എന്തെങ്കിലും വേറെ കട്ട് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേറെ ഒന്നും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു ഇനി ഈ പുല്ലൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട്, അതെന്തായാലും ഇന്ന് നടക്കത്തില്ല, അപ്പോൾ അവധിയുള്ള ദിവസങ്ങളിൽ ചെയ്യാനായി.
രാവിലെ തുണി വിരിക്കാൻ പോയപ്പോഴാണ് ഇതൊക്കെ ചെയ്യാൻ പോയത്. പക്ഷേ കിച്ചണിൽ ഒന്നും ഞാൻ വൃത്തിയാക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ തിരിച്ച് വന്ന് ഫുള്ളിനെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം ഇനി അടുത്ത ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് ഉണ്ടാക്കാൻ. അപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് പണി എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കണം. സാധാരണ ഞാൻ എപ്പോഴും നോർമൽ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വറുത്തരച്ചിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കാമെന്ന്. ഞങ്ങളുടെ ഒന്നും വീട്ടിൽ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നോർമലാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങയും കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പരിപ്പ് വേവിക്കാൻ വെച്ചിരുന്നു, തുവരപ്പരിപ്പ്. പിന്നെ അതിന് ശേഷം പിന്നെ പച്ചക്കറിയും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തു. ആവശ്യത്തിനുള്ള പുളിയും കൂടി ഒഴിച്ചിട്ട് പിന്നെ അരച്ച ആ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക. പിന്നെ വേണ്ടത് കടുക് താളിക്കുക. അതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് കായപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് വറ്റൽമുളകും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുത്തപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് വെച്ചത്. സാമ്പാറിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഇനി എപ്പോഴെങ്കിലും എടുക്കാം കേട്ടോ. ഇന്ന് പെട്ടെന്ന് എടുത്തത് കൊണ്ട് എനിക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ സ്കിപ്പായിപ്പോയി. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയും കൂടെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് ഒരു കബാബ് സ്റ്റൈൽ എടുത്തിട്ടുണ്ട് കേട്ടോ, അധികം ഓയിലൊന്നും ഇല്ലാത്ത. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇതാണ്. അടിപൊളി വറുത്തരച്ച സാമ്പാറും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും ചിക്കൻ ഫ്രൈയും പിന്നെ കുറച്ച് തൈരും കൂടെ. ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല കോമ്പിനേഷനായിരുന്നു. അപ്പോഴത്തേനും ഇപ്പോൾ ഈവനിങ് ആയി. അങ്ങനെ വർഷിക്കുട്ടിയും വിവാനും സ്കൂളിൽ നിന്നെത്തി. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ കിളികൾക്ക് ഫുഡ് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലിപ്പോൾ എപ്പോഴും വന്ന് കഴിക്കുന്ന അണ്ണാനാണ് കേട്ടോ. അത് തലയും കുത്തി നിന്ന് കഷ്ടപ്പെട്ടൊക്കെയാണ് കഴിക്കുന്നത്. പക്ഷേ എങ്ങനെയായാലും അത് കുറച്ച് തെള്ളി താഴെ ഇടും. പിന്നെ താഴെ പോയിരുന്ന് കഴിക്കും. കുറേ ബേർഡ്സ് വരുന്നുണ്ട്. രാവിലെയൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേന് പിന്നെ ഏട്ടൻ പറഞ്ഞ ഒരു ചായ ഇടാണ്. അപ്പോൾ ഇപ്പോൾ ചായ ഇടുന്ന പരിപാടിയൊക്കെ വളരെ കുറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആരും അങ്ങനെ കുടിക്കാറൊന്നുമില്ല. അപ്പോൾ ഏട്ടൻ ചില ദിവസങ്ങളിൽ മാത്രം ഇപ്പോൾ ചോദിക്കാറുണ്ട്, ഇവിടെ ഉള്ള ദിവസങ്ങളിൽ. അല്ലാത്ത ദിവസങ്ങളിൽ ഇപ്പോൾ അങ്ങനെ ഇടാറേ ഇല്ല. അപ്പോൾ ഇന്ന് ഈവനിങ് കുറച്ച് കോൺ ഇരിപ്പുണ്ടാണ്, സ്വീറ്റ് കോൺ. അപ്പോൾ അതിനെ ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുത്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു നല്ല ടെക്നിക്കാണ് കേട്ടോ. അതിന് നടുവിൽ ഇങ്ങനെ ഒരു കുത്തിയതിന് ശേഷം നമുക്കിങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചോറും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം വൈകിട്ടത്തെ ഡിന്നറിന് ഇനി അതാണ്. അപ്പോൾ ഇവർക്കൊന്ന് ഈവനിങ് സ്നാക്കായിട്ട് ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. ബട്ടർ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് കുരുമുളക് പൊടി. ബട്ടർ ആ ചൂടിലങ്ങ് മെൽറ്റാവുന്ന വിചാരിച്ചു. പിന്നെ ഞാൻ മൈക്രോ ഓവനിലോട്ട് വെച്ച് ലൈറ്റ് ഒന്ന് ചൂടാക്കിയപ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ മെൽറ്റായിട്ട് വന്നു. അവസാനം കുറച്ച് നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. എന്തുണ്ടാക്കിയാലും നമ്മൾ അമ്മമാരാണല്ലോ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഓക്കെ ആണെങ്കിലാണല്ലോ അവർക്ക് കൊടുക്കുക. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.